ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് തന്നെ നിങ്ങൾ എന്നോടൊന്ന് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞല്ലോ. മോഡിയെ കാണാൻ പോയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിച്ചതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, റെയ്ഡൊക്കെ നടത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു കേസ് രജിസ്റ്റർ ചെയ്ത് നടക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് കോടതിയിൽ അവർ പോയി, ഹൈക്കോടതിയിൽ ഇത് അന്വേഷണം നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. കോടതി ആ പെറ്റീഷൻ റിജക്ട് ചെയ്തു. എന്നിട്ട് അന്വേഷണം തുടരാൻ പറഞ്ഞു. ഡിവിഷൻ ബെഞ്ചിൽ വീണ്ടും പോയി. ഡിവിഷൻ ബെഞ്ചും ആ പെറ്റീഷൻ റിജക്ട് ചെയ്തു. വീണ്ടും അന്വേഷണം നടത്താൻ പറഞ്ഞു. എന്നിട്ട് ഇ ഡി എങ്ങനെ അന്വേഷിക്കണം, ഇ ഡി റെയ്ഡ് നടത്താമോ, ഇ ഡി ചോദ്യം ചെയ്യാമോ, സമൻസ് അയക്കാമോ എന്നൊക്കെ പറയാൻ കേരള ഗവൺമെന്റിന് എന്ത് ജൂറിസ്ഡിക്ഷനാണുള്ളത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതേ അഭിപ്രായമല്ലേ ഇപ്പോ ഈ സമൻസ് അയച്ചതിനെ കുറിച്ച് CPM പറഞ്ഞേക്കണത്? CPM പറഞ്ഞ എന്താ അഭിപ്രായം? നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നല്ലേ CPM നേതാക്കൾ ഇപ്പോഴും പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് ഇപ്പോഴത്തെ CPM നേതാക്കളുടെ പ്രതികരണം. അത് തന്നെയല്ലേ ഞാനന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞത് ഇവർ രണ്ടാമത് പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ല, ആ നിലപാട് വന്നപ്പോഴും ഞങ്ങൾ അന്വേഷണമായിട്ട് സഹകരിക്കുകയായിരുന്നു. ഇത് രാഷ്ട്രീയമായ കേസാണെങ്കിൽ CPM-ന് രാഷ്ട്രീയമായി അതിനെ എതിർക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇ ഡി റെയ്ഡ് ചെയ്യാൻ വരുമ്പോൾ ഇ ഡിയുടെ വണ്ടി തല്ലി പൊളിക്കുക, അതിന്റെ അതിരിക്കുന്ന ആളുകളെ അടിച്ച് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ആണ്. അവിടെ പോലീസ് ഇടപെടും. അതൊന്നും നടക്കില്ല കേരളത്തിൽ, അതൊന്നും നടക്കില്ല. അതിലിടപെടും. നമ്മള് 55 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ഇന്ററോഗേറ്റ് ചെയ്തില്ലേ? അവരവിടെ പോയിരുന്നില്ലേ? മനസ്സിലായില്ലേ? കേസല്ലേ. ഇപ്പൊ CPM നേതാക്കൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഇഷ്ടിക കയ്യിലെടുത്തില്ലല്ലോ സമൻസ് അയച്ചപ്പോ. ഇഷ്ടിക കയ്യിലെടുത്തോ? ഇഷ്ടിക കയ്യിലെടുത്തില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് അത് മാത്രമേ ഞാനും പറഞ്ഞുള്ളൂ അന്ന്. ഞാൻ ചോദിക്കട്ടെ, ആ നിലപാട് ഞങ്ങൾ അതിനെ എതിർത്തതാണ്. മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതിന് ആ ഓർഡർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഞങ്ങൾ അത് പരിശോധിച്ച് ഒരു നടപടി സ്വീകരിക്കുക. ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര ദിവസമായി നമ്മൾ വന്നിട്ട്? ഞങ്ങൾ അതിന്റെ ഇടയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, അതിന്റെ നന്ദി പ്രമേയത്തിന്റെ ചർച്ച, വൈറ്റ് പേപ്പറിന്റെ അവതരണം, ബജറ്റിന്റെ പ്രിപ്പറേഷൻ, നിരവധി ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കും. അതിനു മുൻപേ ഞങ്ങളെല്ലാ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ 2018 ഓർഡർ നിലനിൽക്കുകയാണ്. ഇപ്പൊ നിലനിൽക്കുക. അത് മാറ്റാൻ ഒരു ഗവൺമെന്റ് ഓർഡർ തന്നെ വേണം. സർക്കുലറാണ് ഇറക്കിയത്. 2015-11 2018 ഇറക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ആ സർക്കുലർ നിൽക്കുന്നത്. സെക്രട്ടേറിയറ്റിനകത്ത്, സെക്രട്ടേറിയറ്റിന് പുറത്ത് എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ. അത് പരിശോധിച്ച് നമ്മളൊരു നടപടി സ്വീകരിക്കണം. അതിനു മുമ്പ് ഞങ്ങൾ മാധ്യമങ്ങളെ പുറത്താക്കി എന്ന് പറയുന്നത്, വാർത്ത കൊടുക്കുന്നത് ശരിയാണോ ഇല്ലെന്ന് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ഗേറ്റ് ഫുൾ ടൈം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ ഗേറ്റ് തുറന്നു. ആ ഗേറ്റിന്റെ മുമ്പിലേക്ക് ഒരു ജാഥയുമായിട്ട് വരുമ്പോ ആ ഗേറ്റ് അടയ്ക്കില്ലേ? ആ ഗേറ്റ് അടച്ചിട്ടില്ലേ പ്രതിരോധം തീർക്കുന്നത്, അല്ലേ? അതവിടെ ഇങ്ങോട്ട് ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ സമരങ്ങൾ വരുമ്പോ ഗേറ്റ് അടയ്ക്കും. അല്ല, അത് നോക്കാം, അത് പരിശോധിക്കും. ഗവൺമെന്റ് ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. ഗവൺമെന്റ് അത് തുറക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. എനിക്കറിയില്ല. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തില്ല. അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോടൊന്നും സംസാരിച്ചില്ല. അദ്ദേഹത്തിന് കേരളത്തിലെ പൊളിറ്റിക്സ് അറിയാമല്ലോ, തീർച്ചയായിട്ടും. അതിന്റെ നടപടിക്രമങ്ങൾ നോക്കിയിട്ട്, അതിന്റെ കോടതിയുടെ പൊസിഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നമ്മൾ തീരുമാനമാണ് നമ്മളെടുത്ത്. മറുപടി പറയുന്നില്ല. എന്ത് കാര്യത്തിന് മറുപടി പറയണത്? ഞാനിക്ക് അദാനിയായിട്ട് എന്താ ബന്ധം? ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഗോവിന്ദൻ മാഷ് പറയട്ടെന്ന്. പുള്ളിക്ക് എന്തെങ്കിലും പറയണ്ടേ? ആരെ സന്ദർശിച്ചെന്ന് പറ. ഞാനേ സന്ദർശിച്ച് ആളെ അദാനിയുടെ ഏജന്റാണ് ആളെ കണ്ട ആളുകളുടെ ഫോട്ടോ മുഴുവൻ ഞാൻ കാണിച്ചു തരട്ടെ. ആൾ ഈ കേരളത്തിൽ ബന്ധമുള്ള
മക്കളെയൊക്കെ ഇവിടെ കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത്, അവരുടെ മക്കളെ കേരളത്തിൽ കല്യാണം കഴിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആൾ. ആര്യാടൻ സാറിന്റെ ബന്ധുവാണ്, അകന്ന ബന്ധുവാണ് അദ്ദേഹം. കോഴിക്കോടും കാസർഗോഡും ഒക്കെ കുടുംബ ബന്ധങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ കൂടെ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുള്ള ആളാണ്. ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ എന്നോട് കണ്ട് സംസാരിച്ചു. ഇനിയിപ്പോ അദാനിയുടെ ആളെ ഞാൻ എന്തിനാ പോയത് ഇലക്ഷൻ കാലത്ത്? അദാനിയുടെ എവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദാനിയായിട്ട് ഇവിടെ മന്ത്രിസഭ ഉണ്ടാക്കാനാ? എന്തുവായി പറയും? അല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല, നിങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങൾ തന്നെയല്ലേ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്? വരെ തന്നെ എല്ലാം കൂടി ഒരു ഗവൺമെന്റ് ഒരു മാസത്തിനുള്ളിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെ പോയി നിൽക്കും? നിങ്ങൾ ആലോചിക്കുക. ഇത്രയും വേഗത്തിൽ തീരുമാനങ്ങൾ എടുത്തൊരു സർക്കാരില്ല. മനസ്സിലായില്ലേ? തീരുമാനങ്ങൾ എടുത്തൊരു സർക്കാരിൽ ഇത്രയും വേഗത്തിൽ. ഞാൻ ഇനി വേറെ കാര്യം ചോദിക്കുക. ഈ 2500 രൂപ അല്ല 2500 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് 5 കൊല്ലം മുമ്പ് പറഞ്ഞിട്ട് 4.25 കൊല്ലക്കാലം ഒറ്റ പൈസ കൂട്ടിക്കൊടുത്തില്ല. കൂട്ടിക്കൊടുത്തോ? കഴിഞ്ഞ ഗവൺമെന്റ് കൂട്ടിക്കൊടുത്തോ? എന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് തലയാഴ്ച ഒരു 400 രൂപ കൂട്ടിക്കൊടുത്തു. അതുപോലത്തെ കാര്യങ്ങൾക്കാണ് ചോദിക്കേണ്ടത്. അത് ഞാൻ മുൻ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ആരും ചോദിക്കണേ ഞാൻ കേട്ടിട്ടില്ല. ചോദിക്കണ്ടേ? private power projects, foreign university and rare earth development. So all these are long-term returns, nothing on the short term. So what is the plan for the next 2 years other than borrowing? I am going to present the budget. Please wait. Because we have already stated that we are in a trouble. That is, it is very clear that 35,000 crores of plan, 20,500 crores are not there. That was a wild guess from the 16th Finance Commission. The last finance minister expected 14,000 crores as revenue deficit grant. But unfortunately, the 16th Finance Commission decided not to give the revenue deficit grant. The last government received 55,000 crores as a revenue deficit grant. But we are not getting anything from the 16th Finance Commission. Another thing, the last finance minister expected 2.8% devolution of taxes. Unfortunately, we got only 2.32. More than 5,000 crores we have to find out. And another 600 crores grant. So 20,500 crores are not there in the plan. That is the fiscal situation we are facing. Unexpected situation. Nobody expected such a situation. We have to make 20,500 crores to implement the plan. That is a fiscal situation. Not a single government never faced such a situation in the history of Kerala. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.